പൊതുസ്ഥലത്ത് മാലിന്യം തള്ളിയ പഞ്ചായത്ത് അംഗത്തിനെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി. മൂവാറ്റുപുഴയ്ക്കടുത്ത് മഞ്ഞള്ളൂർ പഞ്ചായത്ത് അംഗമായ പി സുധാകരൻ സ്കൂട്ടറിൽ നിന്ന് മാലിന്യം തള്ളുന്ന ദൃശ്യങ്ങളാണ് പ്രചരിച്ചത്. മാലിന്യം എറിഞ്ഞ പഞ്ചായത്ത് അംഗത്തിൽ നിന്ന് 1000 രൂപ മാത്രം പിഴ ഈടാക്കിയതിനെതിരെയും പരാതിയുണ്ട്. മൂവാറ്റുപുഴ മഞ്ഞളൂർ ഗ്രാമപഞ്ചായത്ത് അംഗവും CPM നേതാവുമായിട്ടുള്ള PS സുധാകരൻ തന്റെ സ്കൂട്ടറുമായി കടന്നു പോകുമ്പോൾ ഇടവഴിയിലേക്ക് മാലിന്യം സ്കൂട്ടറിൽ നിന്ന് ചവിട്ടി തെറിപ്പിക്കുന്ന വീഡിയോ. ആ വീഡിയോ കണ്ടത് മുതൽ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ശക്തമായ പ്രതിഷേധത്തിലാണ്. അതിന്റെ ഭാഗമായിട്ട് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷന് ഈ അംഗത്തെ അയോഗ്യനാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ പരാതി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കേരളത്തിന്റെ സംസ്ഥാന സർക്കാരും അതുപോലെ ശുചിത്വ മിഷനും ഉൾപ്പെടെയുള്ള ഗവൺമെന്റ് സംവിധാനങ്ങൾ ലോക്കൽ ബോഡിയുമായിട്ട് ചേർന്ന് ഇത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ, മാലിന്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിക്ഷേപിക്കുമ്പോൾ അവർക്കെതിരെ തക്കതായ ശിക്ഷാ നടപടി എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ഒരു പഞ്ചായത്ത് അംഗം തന്നെ ഇത്തരത്തിൽ പ്രവർത്തിച്ചത് നീതീകരിക്കാൻ കഴിയില്ല. ഇതിനെതിരെ ശക്തമായ നടപടി എടുക്കണമെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ ആവശ്യം. റിയ ബേബിയാണ് വിവരങ്ങളുമായി. റിയ, പ്രാദേശികതലത്തിൽ വലിയ രാഷ്ട്രീയ പോരിന് വഴിവെക്കുന്ന ഒരു വിഷയമാണ്. പക്ഷേ പൊതുസ്ഥലത്ത് മാലിന്യം തള്ളിയ സംഭവമായതുകൊണ്ട് തന്നെ അത് സംസ്ഥാന തലത്തിൽ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് പ്രാഥമികമായ ഉത്തരവാദിത്തം പഞ്ചായത്തുകൾക്കാണല്ലോ ഈ മാലിന്യ ശുചീകരണത്തിൽ ഉൾപ്പെടെ. അപ്പോൾ അതിൻ്റെ ഭരണസമിതി അംഗം തന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമാണ് പ്രതിഷേധം. ഏത് തരത്തിലാണ് നിയമപരമായി കൂടി ഈ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്? പ്രതീക്ഷ, മഞ്ഞളൂർ പഞ്ചായത്തിൽ ഇതൊരു വലിയ പ്രതിഷേധ പ്രശ്നമായി തന്നെ അവർ ഏറ്റെടുക്കുന്നുണ്ട് പ്രതിപക്ഷം. കാരണം നാടൊട്ടാകെ, പ്രത്യേകിച്ച് മൂവാറ്റുപുഴയുടെ പല മേഖലയിലൊക്കെ പകർച്ചപ്പനിയുമായി ബന്ധപ്പെട്ടൊക്കെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് വലിയ ബോധവൽക്കരണം നടത്തുന്നതാണ്. അവിടെ നാടൊട്ടാകെ ആളുകളിൽ നിന്ന് പിഴീടാക്കുകയും അത്തരത്തിൽ ബോധവൽക്കരണം ഒക്കെ നടത്തുമ്പോൾ ഇതാ പഞ്ചായത്ത് മെമ്പർ തന്നെ, ഇടത് മെമ്പറായിട്ടുള്ള PS സുധാകരൻ തന്നെ സ്കൂട്ടറിൽ, അത് പേപ്പർ മാലിന്യം എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്, മാലിന്യവുമായി പോകുന്നു. വലതുവശത്തേക്ക്, റോഡിന്റെ വലതുവശത്തേക്ക് തട്ടി എറിഞ്ഞ് മുമ്പോട്ട് പോവുകയും ചെയ്തു. പക്ഷേ അദ്ദേഹം വിചാരിച്ചത് ആരും കണ്ടിട്ടുണ്ടാകില്ല എന്ന്. പക്ഷേ ക്യാമറ മുമ്പിലുണ്ടായിരുന്നു, ക്യാമറ ചതിച്ചു, കൃത്യമായ ദൃശ്യങ്ങൾ പുറത്തു വരികയും ചെയ്തു. ഇതിൽ കോൺഗ്രസിന്റെ പ്രതിഷേധം എന്ന് പറയുന്നത് 10,000 രൂപ വരെ പിഴ ഈടാക്കാം ഇങ്ങനെ മാലിന്യം പൊതുവിടത്തിൽ വലിച്ചെറിഞ്ഞാൽ. പക്ഷേ ഇവിടെ ഒരു ജനപ്രതിനിധി എന്നുള്ള ഇളവാണ് പഞ്ചായത്ത് മെമ്പർക്ക് നൽകിയത്. അങ്ങനെ സഖാവ് PS സുധാകരന് വെറും 1000 രൂപ മാത്രം പിഴ ഈടാക്കി അദ്ദേഹത്തെ പറഞ്ഞു വിടുകയും ചെയ്തു. പക്ഷേ അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൂടി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നൽകിയിട്ടുണ്ട്. ഏതായാലും അവിടുത്തെ സോഷ്യൽ മീഡിയയിലും വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കിക്കിൻ്റെ സമാനമായി ഓഡിയോ ഒക്കെ ഇട്ട് അതിലും വെല്ലുന്ന ബ്രില്യൻസ് ആണ് PS സുധാകരൻ്റെ ഈ വലതുഭാഗത്തേക്കുള്ള ഈ കിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് വീഡിയോ ദൃശ്യങ്ങൾ പ്രചരിച്ചത്. അങ്ങനെയാണ് ഈ പ്രശ്നം കുറച്ചുകൂടി ചർച്ചയാവുകയും പഞ്ചായത്തിന് വിശദീകരണം പറയേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയും ഒക്കെ ചെയ്തത്. എന്തായാലും പഞ്ചായത്ത് മെമ്പർ ചെയ്തത് വലിയ പ്രതിഷേധം ആയി തന്നെ ഉയരുന്നുണ്ട്. മാലിന്യം വലിച്ചെറിയരുതെന്ന് ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ട ആളുകൾ തന്നെ മാലിന്യം പൊതുവിടത്തിൽ വലിച്ചെറിയുകയും പിന്നെ അതിനെ ന്യായീകരിക്കുകയും ചെയ്യുന്നു എന്നതാണ് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത്. ശരി, റിയ ബേബിയാണ് വിവരങ്ങൾ നൽകിയത്.